കണ്ണൂരിൽ 2 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ അലൂമിനിയം പാത്രം കുടുങ്ങി. കണ്ണൂർ അണ്ടല്ലൂരിലാണ് സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. ആശ്വാസകരമായ വാർത്തയാണ്. കുട്ടിയുടെ തലയിൽ നിന്ന് പാത്രം പുറത്തെടുക്കാനായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ അഗ്നിരക്ഷാസേന എത്തി പാത്രം പുറത്തെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, എങ്ങനെയാണ് കുട്ടിയുടെ തല ഈ പാത്രത്തിൽ കുടുങ്ങിയത്? പ്രവിധ ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. തലശ്ശേരി അണ്ടല്ലൂരിലാണ്. അവിടെ വീട്ടിലെ അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 2 വയസ്സുള്ള കുട്ടി. അതിനിടെ ഈ അലുമിനിയം പാത്രം കളിക്കുന്നതിനിടെ തലയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. അവിടെ വീട്ടിലുണ്ടായിരുന്ന അവർ മറ്റ് അമ്മയും ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് എത്തുകയും ഇത് ഊരി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും ഇത് ഊരി മാറ്റാൻ പറ്റുന്നില്ല. കുട്ടിയാണെങ്കിൽ ഒരേ കരച്ചിൽ തുടരുകയും ചെയ്തു. അവർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കാതെ തന്നെ പെട്ടെന്ന് ഈ കരയുന്ന കുട്ടിയുമായി വാഹനം എടുത്ത് നേരെ തലശ്ശേരിയിൽ അവരുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. അതിനിടെ അവരെ വിവരം അറിയിക്കുകയും ചെയ്തു. അവിടെ എത്തിയതിന് ശേഷം ഏറെ പണിപ്പെട്ടാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ഈ തലയിൽ നിന്നും ഈ അലുമിനിയം പാത്രം ഊരി മാറ്റിയത്. ഈ കട്ടർ ഉപയോഗിച്ച് പൂർണ്ണമായി മുറിച്ച് അടർത്തിയ ശേഷമാണ് അത് വേർപെട്ട് പോയത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം. ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ സമയം തന്നെ ഈ കുട്ടിയുടെ ഈ തലയിൽ അലുമിനിയം പാത്രം കുടുങ്ങുകയും തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ എന്തായാലും ആശ്വാസമായി, മറ്റ് അപകടത്തിലേക്കൊന്നും പോകാതെ അത് ഊരി മാറ്റാൻ, അത് മുറിച്ചു മാറ്റാൻ സാധിച്ചു. അത് പിന്നീട് കുട്ടി ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു. എന്തായാലും അത് ഒരു ആശ്വാസകരമായ ദൃശ്യമാണ്. പക്ഷേ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ ബന്ധുക്കളൊക്കെ അല്പസമയം ആശങ്കപ്പെട്ടു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുന്നത്. തലശ്ശേരി അഗ്നിരക്ഷാ സേനയുടെ കൃത്യമായ ഇടപെടൽ, അവർ ഉദ്യോഗസ്ഥരെല്ലാം കൃത്യമായി ഇടപെട്ട് അത് മുറിച്ചു മാറ്റാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിധ, ശരിയാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ പെട്ടെന്ന് ആ പാത്രം പുറത്തെടുക്കാൻ പറ്റി, തലയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കൊച്ചുകുട്ടിയാണ്, പേടിച്ച് കാണും. ചിരിച്ചിങ്ങനെ ചാച്ച കാണിക്കുന്ന വിഷ്വൽ കണ്ടപ്പോൾ നമുക്കൊരു ആശ്വാസം അല്ലേ? അല്ല, പക്ഷെ എന്തായാലും ആള് പേടിച്ചിട്ടുണ്ട്, നല്ല കരച്ചിലാണ്. നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാനും ബുദ്ധിമുട്ടാണ്, തീരെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോഴേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇതിങ്ങളുടെ പുറകിന് നടന്നില്ലെങ്കിൽ എന്തെടുത്ത് തലയിലിടും അല്ലെ കയ്യിലിടും, എവിടെ പോയി. ഇപ്പോൾ നമ്മുടെ അനിൽ പറയുമായിരുന്നു, മോനെ ഗേറ്റിലൊക്കെ ചാടിയിട്ട് പുറത്തേക്ക് ചാടുമെന്നൊക്കെ. അപ്പോൾ ചെറിയ കുട്ടികളുള്ളപ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്.